ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇതിനെ തന്നെ നമ്മൾ എന്നും വിളിക്കും ഫിഷർ നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം എന്നും പറയും കേട്ടോ. സോ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടറൈസേഷൻ തിയറം അല്ലെങ്കിൽ ഫിഷർ നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം. സോ ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിഷർ നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം അല്ലെങ്കിൽ സിംപ്ലി ഫാക്ടറൈസേഷൻ തിയറം ഉപയോഗിക്കുന്നത്. ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടറൈസേഷൻ തിയറം ഉപയോഗിക്കുന്നത്. സോ എന്താണ് ഫാക്ടറൈസേഷൻ തിയറം എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് x1, x2, etc. xn be a random sample of size n from a population with density function fx theta, where theta denotes the parameter which may be unknown. നമുക്ക് എന്തുണ്ട്, ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ്റെ PDF. സോ വി ഹാവ് എ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ത് തന്നിട്ടുണ്ട്, എന്താണ് എഫ് ഓഫ് എക്സ് തീറ്റ. ഇതിൽ തീറ്റ എന്നുള്ള പാരാമീറ്ററാണ് അൺനോൺ. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു, x1, x2 ആൻഡ് സോ ഓൺ ടിൽ xn. ഈ സാമ്പിളിൻ്റെ സൈസ് എന്നാണ്. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് തീറ്റ. ഇതിൽ തീറ്റ എന്താണ്, അൺനോൺ ആണെന്ന് സപ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, അൺനോൺ ആയിട്ടുള്ള തീറ്റേനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ എടുത്തു, x1, x2, etc. xn. ഈ സാമ്പിളിൻ്റെ സൈസ് n ആണ്. ഓക്കെ, ദെൻ എ സ്റ്റാറ്റിസ്റ്റിക് t which is equal to t of x1, x2, etc. xn is sufficient if and only if the joint probability density function of x1, x2, etc. xn, it is also known as likelihood of the sample, is capable of being expressed in the form L of x1, x2, etc. xn theta is equal to L1 t theta into L2 of x1, x2, etc. xn. എന്താണ് പറഞ്ഞിരിക്കുന്നത്, വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. സോ ഒരു എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടറൈസേഷൻ തിയറം ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എന്തുണ്ട്, ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് തീറ്റ. അതിൽ തീറ്റ എന്താണ്, തീറ്റ പാരാമീറ്റർ ആണ്, അത് അൺനോൺ ആണ്. സോ തീറ്റ അൺനോൺ ആണ്, അതൊരു പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. സോ നമ്മൾ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇനി ആ പോപ്പുലേഷനിൽ ഒരു റാൻഡം സാമ്പിൾ എടുത്തു, x1, x2, etc. xn. ആ റാൻഡം സാമ്പിളിൻ്റെ സൈസ് n ആണ്. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യണം, ഈ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് ഡിഫൈൻ ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, ടി ആണ്. ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് x1, x2, etc. xn. ഈ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ടി. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1, x2, etc. xn. നൗ ഈ ടി എന്താണ്, സഫിഷ്യൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ടി എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് പാരാമീറ്റർ തീറ്റക്ക് എന്താണ്, സഫിഷ്യൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് the joint probability density functions of x1, x2, etc. xn. അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ലൈക്ലിഹുഡ് ഓഫ് ദ സാമ്പിൾ എന്ന് പറയാം. എന്താണ് ഈ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ? ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ. the likelihood ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ L കൊണ്ടാണ്. ക്യാപിറ്റൽ L ഓഫ് x1, x2, etc. xn. പിന്നെ നമ്മളെ പാരാമീറ്റർ തീറ്റ. ഓക്കെ, സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ L, x1, x2, etc. xn. പിന്നെ നമ്മളെ പാരാമീറ്റർ എഴുതി കൊടുക്കുക തീറ്റ. ഓക്കെ, സോ ഇതിനെ നമുക്കെന്ത് പറയാം, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും പറയാം. ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തൊക്കെ പറയാം, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി എന്താണ് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് ഐ തീറ്റ. കാര്യം മനസ്സിലായോ? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ തീറ്റ വെർ ഐ ഈസ് ഫ്രം 1 to n. ഓക്കെ, അതായത് എഫ് ഓഫ് x1 തീറ്റ
into f of x2 theta into f of x3 theta and so on till f of xn theta. എല്ലാ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻസ് ഓരോ എക്സ് വാല്യൂവിനും നമ്മൾ കൊടുക്കുക, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓരോ എക്സ് വാല്യൂവിനും കൊടുക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോയിൻ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഒരു എസ്റ്റിമേറ്റ് ടി സഫിഷ്യൻ്റ് ആകണമെങ്കിൽ, ഒരു എസ്റ്റിമേറ്റ് ടി സഫിഷ്യൻ്റ് ആവണമെങ്കിൽ എന്താണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജോയിൻ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ജോയിൻ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ജോയിൻ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അതിനെ നമ്മളെന്തും പറയും, ലൈക്ലിഹുഡ് എന്നും പറയും, ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ. എന്താണ് ഈ ജോയിൻ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ, ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ. ആ ലൈക്ലിഹുഡിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത്, എൽ ഓഫ് x1 x2 എക്സെട്ര xn തീറ്റ. ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ടി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് നമുക്കുണ്ട്. ടി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1 x2 എക്സെട്ര xn. സോ ദിസ് ടി ഇസ് സെറ്റ് ടു ബി സഫിഷ്യൻറ്റ് ഇഫ് ഇറ്റ്സ് ജോയിൻ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതായത് ലൈക്ലിഹുഡ്. ഈ സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് എന്താണ്, എൽ ഓഫ് x1 x2 എക്സെട്ര xn തീറ്റ. ഈ ലൈക്ലിഹുഡിനെ നമുക്ക് L1 t തീറ്റ ഇൻറ്റു L2 ഓഫ് x1 x2 എക്സെട്ര xn എഴുതാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ടി സഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. വേർ ദി ഫംഗ്ഷൻ L2 ഓഫ് x1 x2 എക്സെട്ര xn, ഈ ഫംഗ്ഷൻ എന്താണ്, നോൺ നെഗറ്റീവ് ആണ് ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് ദി പാരാമീറ്റർ തീറ്റ. ഈ L2 ഓഫ് x1 x2 എക്സെട്ര xnൽ ഇതെന്താണ്, നോൺ നെഗറ്റീവ് ആണ്, ഇതിൽ പാരാമീറ്റർ തീറ്റ ഇൻവോൾവ് ചെയ്യുന്നില്ല. ദിസ് ടേം ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. ആൻഡ് ഈ ഒരു ഫംഗ്ഷനിലെ L1 t തീറ്റ, L1 t തീറ്റയും നോൺ നെഗറ്റീവ് ആണ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിപ്പെൻഡിങ് ഓൺ ദി പാരാമീറ്റർ തീറ്റ. ഓക്കെ, സോ through നമ്മളെ it depends on parameter theta through statistic t. ഈ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കാം. സോ ഇതിലെന്താ പറയുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഇതിൽ കേൾക്കാത്ത ഒരു ടേം ഉണ്ട്, അതാണ് എന്ത്, ജോയിൻ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ. ആദ്യം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ക്യാപിറ്റൽ L കൊണ്ട് നൊട്ടേഷൻ കൊടുക്കും. സോ എന്താണ് ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ഓഫ് x1 x2 എക്സെട്ര xn, പിന്നെ നമ്മളെ പാരാമീറ്ററും എഴുതി കൊടുക്കുക. ഇതെന്ന് പറയുന്നത് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് എഫ് എക്സ് ഐ, ഇത് വേണ്ട കേട്ടോ, പ്രോഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ തീറ്റ വെർ ഐ ഈസ് ഫ്രം 1 to n. ഒന്നുകിൽ ലൈക്ലിഹുഡ് ഓഫ് ദ സാമ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ജോയിൻ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ അല്ലെങ്കിൽ ജോയിൻ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. എന്താണ് ലൈക്ലിഹുഡ് ഓഫ് ദ സാമ്പിളിനെ ക്യാപിറ്റൽ L ഓഫ് x1 x2 എക്സെട്ര xn, പിന്നെ പാരാമീറ്റർ തീറ്റ അതും കൂടെ എഴുതുക, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ തീറ്റ വെർ ഐ ഈസ് ഫ്രം 1 to n. ഓക്കെ, ഇനി എന്താണ് ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്, ഒരു എസ്റ്റിമേറ്റ് ടി സഫിഷ്യൻ്റ് ആണെന്ന് പറയണമെങ്കിൽ, എസ്റ്റിമേറ്റ് ടി ഇസ് സഫിഷ്യൻറ്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് പാരാമീറ്റർ തീറ്റ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ലൈക്ലിഹുഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റണം, ലൈക്ലിഹുഡിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റണം. ദാറ്റ് ഈസ് L ഓഫ് x1 x2 എക്സെട്ര xn തീറ്റേനെ നമുക്ക് L1 t തീറ്റ ഇൻറ്റു L2 ഓഫ് x1 x2 എക്സെട്ര xn എന്ന് എഴുതാൻ വേണ്ടി പറ്റണം. അതിൽ ഈ ഒരു ടേമില്ലേ L2 ഓഫ് x1 x2 എക്സെട്ര xn, അത് നോൺ നെഗറ്റീവ് ആണ്, അതിലെന്തില്ല, തീറ്റ എന്നുള്ള ടേം ഇൻവോൾവ് ചെയ്യുന്നില്ല. പകരം L1 t തീറ്റ ഇല്ലേ, ഇതും എന്താണ്, നോൺ നെഗറ്റീവ് ആണ്. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും ത്രൂ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക് ടി. ഓക്കെ, സോ നമുക്ക് നമ്മളെ ലൈക്ലിഹുഡിനെ ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണ്. അവിടെ L1 t തീറ്റയുണ്ട്, L2 ഓഫ് x1 x2 എക്സെട്ര xn ഉണ്ട്. ഈ L1 t തീറ്റ എന്താണ്, തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ത്രൂ സം ടി, ആൻഡ് L2 ഓഫ് x1 x2 എക്സെട്ര xn ഇതെന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടി എന്താണ്, സഫിഷ്യൻ്റ് ആണ് ഫോർ എസ്റ്റിമേറ്റിംഗ് പാരാമീറ്റർ തീറ്റ എന്ന് പറയാം. ഓക്കെ, നൗ സഫിഷ്യൻറ്റിന് എന്തുണ്ട്, സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ പൊസസ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇഫ് ടി ഇസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, അതായത് ടി സഫിഷ്യൻ്റ് ആണ് ഫോർ എസ്റ്റിമേറ്റിംഗ് പാരാമീറ്റർ തീറ്റ എന്ന് വിചാരിക്കുക, ദെൻ എനി 1-to-1 ഫംഗ്ഷൻ ഓഫ് ടി ഈസ് ഓൾസോ സഫിഷ്യൻറ്റ് ഫോർ തീറ്റ. നമ്മൾ എന്ത് പറഞ്ഞു, ടി
തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടീൻ്റെ ഏതൊരു 1-to-1 ഫംഗ്ഷനും എന്തായിരിക്കും, തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആയിരിക്കും. സോ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സഫീഷ്യൻ്റ് ആണെങ്കിൽ സി ടി എന്തായിരിക്കും, തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. ആൻഡ് C+T സഫീഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, ഇഫ് സാമ്പിൾ മീൻ ഇസ് സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ, എക്സ് ബാർ എന്താണ്, തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ സാമ്പിൾ ടോട്ടൽ ഇസ് ഓൾസോ സഫീഷ്യൻ്റ് ഫോർ തീറ്റ, സമ്മേഷൻ എക്സ് ഐയും തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി മനസ്സിലായോ? അതായത് ടി എന്നുള്ള ഒരു എസ്റ്റിമേറ്റർ തീറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ടി ഇസ് എ സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഫോർ പാരാമീറ്റർ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ടീൻ്റെ ഏതൊരു 1-to-1 ഫംഗ്ഷനും എന്തായിരിക്കും, തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിളാണ് എന്ത്, CT, C+T ഒക്കെ. ഓക്കെ, നൗ സാമ്പിൾ മീൻ തീറ്റയ്ക്ക് സഫീഷ്യൻ്റ് ആണെങ്കിൽ സാമ്പിൾ ടോട്ടലും സഫീഷ്യൻ്റ് ആയിരിക്കും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫാക്ടറൈസേഷൻ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഒന്നുമില്ല, നമ്മളെന്താണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈക്ലിഹുഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റണം, L1 T തീറ്റ ഇൻറ്റു L2 ഓഫ് x1 x2 എക്സെട്ര xn. അതായത് തീറ്റ ഇൻവോൾവ് ചെയ്യാത്ത ഒരു ടേമും തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടേമും, ആ തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന ടേമിൽ ആ തീറ്റയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്തായിരിക്കും, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും. അതല്ലെങ്കിൽ L1 T തീറ്റയിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ ഓൺലി ത്രൂ T, ഓൺലി ത്രൂ ദി സ്റ്റാറ്റിസ്റ്റിക് T, അല്ലെ ഓൺലി ത്രൂ ദി എസ്റ്റിമേറ്റഡ് T. ഓക്കെ, സോ ഇതാണ് ഫാക്ടറൈസേഷൻ തിയറം. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ.